എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നമ്മളുടെ കൂടപ്പുഴ ആറാട്ടുകടവ് പരിസരത്താണ്. ഇവിടെ എൻ്റെ പിറകിൽ LDFിൻ്റെ പ്രവർത്തകരാണ് നിൽക്കുന്നത്. LDFിൻ്റെ കൺവീനർ അടക്കമുള്ള LDFിൻ്റെ ഭാരവാഹികളാണ് എൻ്റെ പിറകിൽ നിൽക്കുന്നത്. എന്താണ് ഈ സമയത്ത് ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഈ LDFിൻ്റെ പ്രവർത്തകർ ഈ ആറാട്ടുകടവ് പരിസരത്ത് എന്നുള്ളൊരു സംഭവമാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്, ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് LDF പ്രവർത്തകർ ഇന്ന് ചാലക്കുടിയിൽ കൂടപ്പുഴ ഈ ആറാട്ടുകടവ് പരിസരത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഇവിടെ വരുമ്പോൾ ഈ കൂടപ്പുഴ ഈ ആറാട്ടുകടവ് പരിസരത്ത് വരുന്ന സമയത്ത് കാണാം ഒരുപാട് കാട് പിടിച്ച് കയറി കിടക്കുന്ന പ്രദേശമാണ്. ധാരാളം പേര് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുളിക്കാൻ വരുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇത് ആകെ കാടും പിടിച്ച് ഇവിടെ മലീമസപ്പെട്ട് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ആരും ഇതിൽ വേണ്ടത്ര രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ല. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊതു ഇടങ്ങൾ, അതായത് ഈ കാടും പിടിച്ച് മലീമസമായി കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വൃത്തിയാക്കാനായിട്ടുള്ള ഒരു പദ്ധതി. അതുമായി ബന്ധപ്പെട്ടാണ് LDF പ്രവർത്തകർ, ആ മാർഗരേഖ അനുസരിച്ചാണ് LDF പ്രവർത്തകർ ഇന്ന് ഇവിടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാലക്കുടി നഗരസഭയുടെ പല സ്ഥലങ്ങളിൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പോട്ട, അതുപോലെ തന്നെ പല സ്കൂൾ പരിസരങ്ങൾ തുടങ്ങിയവരൊക്കെ തന്നെ ഈ LDFിൻ്റെ പ്രവർത്തകർ ചെന്ന് ആ ഭാഗങ്ങളെല്ലാം ശുചീകരിച്ച് അവിടെ ശുചിയാക്കി ജനങ്ങൾക്ക് കുറേയും കൂടി സുഖകരമായി കടന്നു ചെല്ലുന്നതിനുള്ള ഇടമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഇടങ്ങൾ സൃഷ്ടിക്കുക, ഇതിൻ്റെ പ്രധാനമായ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസര പ്രദേശങ്ങളൊക്കെ നല്ല ഇടങ്ങളാക്കി മാറ്റുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് LDF ഏറ്റെടുക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ. നാട് നന്നാവട്ടെ, നല്ല ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. ചാലക്കുടിയിലെ മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ശുചീകരണ പ്രവർത്തനങ്ങൾ. നമ്മുടെ സംസ്ഥാന സർക്കാർ ശുചിത്വ കേരളം എന്ന പരിപാടി തീരുമാനിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചാലക്കുടിയിൽ മുനിസിപ്പൽ അകത്ത് തന്നെ നോർത്ത് ബസ് സ്റ്റാൻഡ്, സൗത്ത് ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, വിവിധ സ്കൂളുള്ള എല്ലാം കുളങ്ങളടക്കം പല ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആറാട്ടുകടവ് എന്ന പ്രദേശം. ഈ കടവ് ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നൂറുകണക്കിന് ആൾക്കാർ ഒന്നുകൂടെ കുളിച്ച് പോകുന്ന സ്ഥലമാണ് ഇതിപ്പോൾ. അപ്പോൾ ഈ പരിസരം ആകെ വൃത്തിഹീനമായി കിടക്കുകയാണ്. പ്ലാസ്റ്റിക്കും അതുപോലെ പുല്ലും കാടും പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ. അവിടെയാണ് ഇന്ന് ഞാൻ പ്രവർത്തനം കേന്ദ്രീകരിച്ചേക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു തുറ പ്രവർത്തനമാണ്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി വിവിധ ഭാഗങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ മുതൽ 8 മണി മുതൽ ഈ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മറ്റ് മൃഗങ്ങളുടെ എല്ലാ ശല്യങ്ങളുണ്ട്. കുട്ടികളടക്കം നിരവധി ആൾക്കാരാണ് രാത്രിയും പകലും വന്ന് ഇവിടെ കുളിച്ചു പോകുന്നത്. അപ്പോൾ ഈ പ്രദേശം ആകെ തന്നെ വൃത്തിയാക്കുക, ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ദൗത്യം. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതുപോലെ മുനിസിപ്പൽ കൗൺസിലർമാർ എല്ലാവരും ഉൾക്കൊള്ളുന്ന, ജനപ്രതിനിധികളടക്കം ഉൾക്കൊള്ളുന്ന വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശം ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ശുചിത്വ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ആറാട്ടുകടവ് പ്രദേശം ഞങ്ങൾ ശുചീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് ശുചീകരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് ഇന്നത്തെ നമ്മുടെ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ. LDFിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ശുചീകരണ പ്രവർത്തനം ഇന്ന് കാലത്ത് 8 മണിക്ക് തുടങ്ങിയതാണ്. എല്ലാ പ്രവർത്തകരും ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് കേരളത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരും കൊട്ടിഘോഷിച്ച് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ ശുചീകരണ പ്രവർത്തനം, അത് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശുചീകരണ പ്രവർത്തനത്തിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ, നമ്മുടെ ഇടതുപക്ഷ മുന്നണി എന്നൊരു പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാ സഖാക്കളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളം മുഴുവൻ ശുചീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിവിധ ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ന് 9 വർഷക്കാലം സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഭരണം വന്നതിന് ശേഷം കേരളത്തിലുള്ള മുഴുവൻ തോടുകളും പുഴകളും എല്ലാം മലിനമാക്കപ്പെട്ടെല്ലാം വീണ്ടെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ന് ചാലക്കുടി നഗരസഭാ അതിർത്തിയിൽ LDFിൻ്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും LDFിൻ്റെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ പ്രക്രിയ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് LDFിൻ്റെ എല്ലാ പ്രവർത്തകരും ആറാട്ടുകടവാണെന്ന് തെരഞ്ഞെടുത്ത് ഇന്ന് ശുചീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്.